ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഒരു ദിവസം സ്കിപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 4 വീക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, 4 വീക്ക്. അപ്പോൾ ഫസ്റ്റ് വീക്കിലുള്ള മൊത്തം വർക്കൗട്ടും കാര്യങ്ങളും ഒരു 2-3 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് വീക്കിൽ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് കൂടുതൽ മിസ്റ്റേക്കുകളാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ എന്താ പറയുക, കറക്റ്റ് ചെയ്ത് ആ റൂട്ടിൽ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ആ രൂപത്തിൽ പഠിപ്പിക്കുമ്പോഴാണ് നല്ല മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജിംനാസ്റ്റിക്സ് ഒരു ബേസിക്സ് രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ, കുറച്ച് വർക്കൗട്ടുകൾ കാണിച്ചില്ല, അത് ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ ഹോളോ ബോഡി പൊസിഷൻ എന്ന് പറയും. കോറ്, അതുപോലെ ലെഗ് ടൈറ്റ്, അതുപോലെ നമ്മൾ ഹാൻഡ് ഫുൾ ടൈറ്റ്. ഇതെന്ത് ചെയ്യുക, ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക. പിന്നെ ഹോളോ ബോഡിൻ്റെ ആർച്ച് ലൈക്ക് ദിസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെയിം കോറിൻ്റെ തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, കയ്യിലും കൂടി കുറച്ച് പവർ കൊടുത്തിട്ട് നമ്മൾ മാക്സിമം ഈ ഒരു ഹോൾഡ്, ദെൻ കൈ വൈഡ് വെക്കുക, ഇത് കൂടി എന്ത് ചെയ്യുക, ചെയ്യാം. ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഇത്ര പറ്റില്ല. അപ്പോൾ മാക്സിമത്തിൽ ചെയ്യുക ഹോൾഡ്. നമ്മൾ നെക്സ്റ്റ് വരുന്നത് നേരെ ഡൗണിൽ കൈ കുത്തുക, ദെൻ ഷോൾഡർ ഹാൻഡ്സിൽ വാക്ക് ചെയ്യുക, ഇങ്ങോട്ട് നേരെ. ഓക്കെ, ഇതൊരു 10 പ്രാവശ്യം 2 തവണ പറഞ്ഞാൽ, ഇപ്പോൾ ബിഗിനറായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത്ര ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ജസ്റ്റ് മുട്ട് മടക്കുക, നിർത്തിയിട്ട് തന്നെ പോവുക. കയ്യിൽ ലോഡ് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡറിലേക്ക് എന്ത് ചെയ്യും, സ്ട്രെങ്ത്ത് വരും. നമ്മൾ ഈ വർക്കൗട്ടുകളൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഹാൻഡ് സ്റ്റാൻഡിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഷോൾഡർ സ്ട്രെങ്ത്താണ് കൂടുതൽ വേണ്ടത്. ഞാൻ പറഞ്ഞില്ല, 70% സ്ട്രെങ്ത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള വർക്കൗട്ടുകൾ അതുകുറിച്ച് കൂടുതൽ പവറാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, പൈക്ക് പുഷപ്പ്. പൈക്ക് പുഷപ്പിന് ക്വസ്റ്റൻ എങ്ങനെയാണ്, സെയിം പൈക്കിൽ കാല് വെക്കുക, ദെൻ നമ്മൾ നോസ് നിലത്ത് തട്ടുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം. ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരെന്ത് ചെയ്യുക, ജസ്റ്റ് മുകളിൽ കാല് കയറ്റി വെക്കുക. ഓക്കെ, ഇത് മുട്ടന് കയറ്റി വെക്കാം കേട്ടോ, എനിക്ക് ഇത്ര പറ്റണുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, താഴത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്യും. ഇത് നേരെ ബാക്ക് കാണും. ചിലപ്പോൾ ഇതും ഒരു തുടക്കക്കാരനുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു ബെൻഡ് കൊടുത്തിട്ട് ജസ്റ്റ് നിർത്താൻ നോക്കാം. അപ്പോൾ നമ്മൾ ട്രൈസും ഷോൾഡറും ഏകദേശം സെറ്റായി വരും. ഓക്കെ, അതും ഫോക്കസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലോറിലൊരു വാക്ക് ചെയ്തു, ഇത് നമ്മൾ എന്ത് ചെയ്യണം, വാളിലേക്ക് മാറ്റണം. അതാണ് മെയിൻ തിങ്സ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക. ജസ്റ്റ് കൈ ഫ്ലോറിൽ വെക്കുക, എന്നിട്ട് ചുമരിൽ കാല് വെക്കുക. ഓക്കെ, മാക്സിമം കയറ്റി വെക്കാൻ പറ്റുന്നത് മാക്സിമം കയറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ടിലോട്ട് ജസ്റ്റ് നടക്കുക. ഓക്കെ, ഇവിടെ സത്യത്തിൽ നമ്മൾ ഒരു ജിംനാസ്റ്റിക്സ് ഒരു പാർട്ണർ ലെവലിലേക്കാണ് എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഒരാളെ സപ്പോർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ലെഗ് പിടിച്ചിട്ട് വാക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ ടെക്നിക്ക് ഇതാണ്. വാക്ക് ചെയ്യാൻ ഒരു പാർട്ണർ ഇല്ലാത്ത ഒരാൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം 6-7ഓളം വർക്കൗട്ട് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇപ്പോൾ ഈ വീക്കിൽ മാക്സിമം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 3-ാമത്തെ ദിവസമാണ്, ഇനിയിപ്പോൾ നാളെ 4, അങ്ങനെ ഒരു 3 ദിവസം കൂടി ഈ ഒരു മൊത്തത്തിലുള്ള, അതായത് വാമപ്പ് മറക്കരുത്. പിന്നെ ഈ പറഞ്ഞ വർക്കൗട്ടുകൾ ചെയ്യാം. ഇനി നെക്സ്റ്റ് വർക്കൗട്ട് എന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതിന് കുറച്ച് ടിപ്സ് ഉണ്ട്, അതായത് ഈസി വേ ആയിട്ടുള്ള ഒന്നും കൂടി നമ്മൾ കൂടുതൽ പറഞ്ഞുതരല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.